ജീവിതം പച്ചപിടിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിനടിയിൽ വഴിമുട്ടിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി നീ എടുത്ത് ചാടിയത് നടുക്കടലിലേക്കായിപ്പോയി. സ്നേഹം എന്താണെന്നറിയാതെ വളർന്ന എനിക്ക് അത് മനസ്സിലാക്കി തന്നവൻ അവൻ. ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തിനായത്തിന്റെ പേരിലാണെങ്കിലും അവനെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചെടുത്തോണ്ട് പോവാൻ ഏത് കോടീശ്വരിഞ്ഞ് വന്നാലും ഞാൻ സമ്മതിക്കില്ല. അയാള് തന്ന പണം കൊടുത്താ തീരും. കൊടുക്കാം, അതെങ്ങനെയെങ്കിലും കൊടുക്കാം. അത്രയും വലിയ തുക നമ്മളെ കൊണ്ട് പറ്റുമോ കുട്ടേട്ടാ? പറ്റും. അതിന് ദൈവം എന്തെങ്കിലും മാർഗമൊക്കെ ഉണ്ടാക്കും. എന്റെ ഓപ്പറേഷന് വേണ്ടി ഈ പണം ഇവിടെ തന്നേൽപ്പിക്കുമെന്ന് നീ പറഞ്ഞിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന്. ഇത്രയും കാലത്ത് ജീവിതാനുഭവം വെച്ച് അന്നേ ഞാൻ കണക്കൂട്ടിയതാ. നീ തന്നെ ആയിരിക്കും ഇതിന്റെ ആവശ്യക്കാരനെന്ന്. ഇന്ന അല്ല അച്ഛാ, അത് അച്ഛൻ എഴുന്നേറ്റ് നടക്കണ കാണാൻ ആഗ്രഹിച്ച് തന്നതാ നീ. പക്ഷെ ഈ അച്ഛന്റെ ആഗ്രഹം നിങ്ങൾ ഏട്ടനും അനിയനും ഒരുമിച്ച് സ്നേഹിച്ച് കഴിയണം കാണാനാ. അതുകൊണ്ട് ഇതങ്ങോട്ട് പിടിക്കേ. ചേച്ചി, ഇത് വാങ്ങു കുട്ടേട്ടാ. എന്താ ഇത് വളയമാലയൊക്കെ? രാജിയുടെയാ, അമ്മ ഉണ്ടായിരുന്നപ്പോ ഇട്ടുകൊടുത്തതാ. ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ വേറെന്തെങ്കിലും വഴിയുണ്ടാവും. അല്ല, അങ്ങനെ ഒരു വഴി ഉണ്ടാവുമ്പോ കുട്ടിയിട്ട് എനിക്ക് തിരിച്ചെന്നാ മതി. അങ്ങനെ ആദ്യ റൗണ്ട് പിരിവ് സക്സസ്. നീ 5000 രൂപ വീതം വീതിച്ചു കൊടുത്ത നമ്മുടെ ടീമിന്റെ വീട് കയറി റെഡി ചെയ്തു. എല്ലാവരും സമ്പന്നരായതുകൊണ്ട് കൊടുത്തതിന്റെ ബാലൻസ് 1000-ന് മുകളിൽ ഒരു താരത്തിന്റെ കയ്യിലില്ല. എന്നാൽ ടോട്ടൽ കളക്ഷൻ 12,500 ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളതെല്ലാം പെറുക്കിക്കൂട്ടി തരുമ്പോ നമ്മുടെ ടീമിലുള്ള അംഗങ്ങൾ നിറകണ്ണോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, അതിനെ നീ വിട്ടുകൊടുക്കരുതെന്ന്. Sir, phone. Yeah. Let him come in. Please come. താങ്കൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞാൻ. നന്നായി. ഇനി നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. ഡ്രിങ്ക് വേണ്ട സാർ. ഓക്കെ. നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഒരു ബിസിനസ് ഡീലിന്റെ പുറത്തായതുകൊണ്ടാവാം രണ്ടുപേരും വളരെ ഹാർഷായ ഭാഷ ഉപയോഗിച്ചു. നമുക്കത് മറക്കാം അല്ലേ? നേരത്തെ പറഞ്ഞ പ്രകാരം ബാലൻസ് 5 lakhs ഡ്രാഫ്റ്റ് ആ ട്രാവൽ ഏജന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും കൈപ്പറ്റാം. പിന്നെ കൂടുതൽ എത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തരാൻ ഞാൻ ഇപ്പൊ തയ്യാറാണ്. ഞാനിപ്പോ വന്നത് സാറുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ തർക്കിക്കാനൊന്നുമല്ല. ഞാനൊരു എടുത്തിയാട്ടക്കാരനായി പോയി സാറേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വളർന്നുകൊണ്ടായിരിക്കും ആരോട് എന്തൊക്കെ പറയണ്ടേന്ന് അറിയാതെ പറയും, പെരുമാറും. ക്ഷമിക്കണം. സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനോട്, അതും എന്നെ കാണാൻ വന്നിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമുക്കത് വിടാം. അതല്ല, എന്റെ ഭാഗത്ത് ഒരു ന്യായീകരണമില്ല. ഞാനിപ്പോ വന്നത് സാറിന്റെ കാല് പിടിക്കാനാ. അവനെ വിട്ടുതരാൻ എനിക്ക് പ്രയാസമാണ് സാർ. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, എന്ത് പ്രശ്നം ഉണ്ടായാലും അവനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല സാർ. ഞാനും എന്റെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും കൂടി നുള്ളിപ്പെറുക്കി കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു കൂടി ചേർത്ത് പകുതി പണം കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഇത് വാങ്ങണം. ബാക്കി അമൗണ്ടിന് ഒരാഴ്ചത്തെ സമയം എനിക്ക് അനുവദിച്ചു തരണം. അതുവരെ നിൽക്കാൻ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഏത് പേപ്പറിൽ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം. സുബൈർ സാറിന്റെ കയ്യിൽ പണം ഏൽപ്പിക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ വന്നത് ആകാശിനെ കൊണ്ടുപോകാനാണ്. അതിനുവേണ്ടി മാത്രം. അറ്റ് എനി കോസ്റ്റ് എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അപേക്ഷിക്കുക, സാർ വാശി പിടിക്കരുത്. ഏതോ നശിച്ച നേരത്താ അങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്തത്. അമ്മ കൊടുത്ത ചേട്ടന്റെ ഫോട്ടോ അവന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ എല്ലാ സ്നേഹത്തോടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ബാഗില് ആർക്കും കൊടുക്കാതെ അവൻ കൊണ്ടു നടന്നപ്പോ അതൊന്നും അറിയാതെ വെറും കാശിന് വേണ്ടി ഞാൻ അവനെ വിറ്റു. ഒരു കൂടപ്പുറപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ആ തെറ്റിന് ഒരു പ്രായശ്ചിത്തം എനിക്കും ചെയ്യാൻ പറ്റും. പറ്റുന്നിടത്തുള്ള അവനെ സ്നേഹിക്കുക, പറ്റുന്നിടത്തുള്ള അവന് വേണ്ടി ജീവിക്കുക. അതിന് സാർ സമ്മതിക്കണം. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, ഒന്നെന്റെ കൂടെ വരാവൂ. താൻ എന്നോട് ചോദിച്ചില്ലേ ബുദ്ധിസ്ഥിരതയില്ലാത്ത തന്റെ അനുജനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവള് പറയുന്നതാ. എന്റെ ഭാര്യ. ചായ കുടിക്കൂ ആനന്ദ്? വേണ്ട. ആനന്ദക്കുട്ടനെന്ന് അമ്മ വിളിച്ച് കേട്ടിട്ടില്ല. ആനന്ദെന്നാ പറയാ. അതാ ഞാൻ അങ്ങനെ വിളിച്ചത്. 10-15 കൊല്ലം മുൻപ് മെന്റലി ചലഞ്ചറായ കുട്ടികളുടെ സ്കൂളിൽ വെച്ചാ ആനന്ദിന്റെ മമ്മിയെ ഞാൻ പരിചയപ്പെടുന്നത്.
ആകാശിനെ വിടാനും വിളിച്ചോണ്ട് പോകാനുമാ മമ്മ വന്നിരുന്നത്. ആകാശ് എന്നും അവരുടെ ഒരു വലിയ വേദനയായിരുന്നു. പക്ഷെ കാണുമ്പോഴൊന്നും ആകാശിനെ പറ്റി പറഞ്ഞ് മമ്മ കരയണ കണ്ടിട്ടില്ല. കരഞ്ഞിരുന്നത് മുഴുവൻ കൈവിട്ടുപോയ മകനെക്കുറിച്ച് ഓർത്ത, നിങ്ങളെക്കുറിച്ച് ഓർത്ത്. ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മമ്മയുടെ ഏക പ്രതീക്ഷ ആകാശിനെ നോക്കാൻ നാട്ടിൽ അവനൊരു ഏട്ടനുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളാണ് ആകാശിനെ ഇങ്ങോട്ട് അയച്ചത്. ആകാശ് പോന്നപ്പോ പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ്. അങ്ങോട്ട് നോക്ക്. ദിയ, ഞങ്ങളുടെ ഒരേ ഒരു മകൾ. ആകാശിന്റെ സ്കൂളിലെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി. അവളും ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് അവന്റെ പ്രസൻസില. ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അപൂർവമായ ഒരു സൗഹൃദം. നമുക്കൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത അവരുടേത് മാത്രമായൊരു ലോകത്ത് അവർ പരസ്പരം കഥകൾ പറയും, പൊട്ടിച്ചിരിക്കും, പാട്ടുപാടും. തൻ്റെ അമ്മയും ഞങ്ങളുമൊക്കെ ആശ്വാസത്തോടെയും കൗതുകത്തോടെയും കണ്ടിരുന്ന ആ പൊട്ടിച്ചിരിയും ആഹ്ലാദവും ഒക്കെയാണ് ആകാശ് പോന്നതോടെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതായത്. ആകാശിന് ഈ ഡിഫക്റ്റ് ജന്മനാ ഉള്ളതാണെങ്കിലും മോൾക്ക് അങ്ങനെയല്ല. ബ്രെയിനിലെ ഒരു ഗ്രോത്ത് കാരണം ഒരു 3-4 വയസ്സ് മുതൽ ഗ്രാജുവലി ഇങ്ങനെ ആയതാ. ഇപ്പോ ഇവളുടെ ആയുസ് നീട്ടി കിട്ടണമെങ്കിൽ പോലും ഒരു സർജറി കൊണ്ടേ മതിയാവും. അതും ചാൻസ് 50-50. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സർജറി നടത്തേണ്ടതാ. അതിനു മുമ്പ് ഇവൾക്ക് കൊടുക്കാവുന്ന എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ഏറ്റവും വലിയ സന്തോഷം ആകാശിന്റെ പ്രസൻസ് ആണ്. മറ്റെന്താവശ്യപ്പെട്ടാലും ഈ ലോകത്ത് എവിടെയാണെങ്കിലും അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. ഇതിപ്പോ നിങ്ങളുടെ ദയ ഞങ്ങൾക്ക് വേണം. ഇപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആകാശിനെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം. സർജറിയുടെ നേരത്ത് ആകാശ് അവളുടെ കൂടെ വേണം. അവരുടെ കളിച്ചിരിക്കൊടുവിൽ ആ മയക്കത്തിൽ അവൾ ഒരിക്കലും ഉണർന്നില്ലെങ്കിൽ പോലും ഒരു സമാധാനം ഞങ്ങൾക്കുണ്ടാവും. സന്തോഷത്തോടെ ആവുമല്ലോ ഞങ്ങളുടെ മോള് പോവുക. ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കളിപ്പാവയായി മോളുടെ മുമ്പിൽ ആടിക്കളിക്കാനാണ് ആകാശിനെ കൊണ്ടുപോകുന്നതെന്ന് കരുതരുത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ മോളുടെ സ്ഥാനത്ത് അവനെ കണ്ട് നിങ്ങളുടെ മമ്മയെ പോലെ തന്നെ ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ജീവിതകാലം മുഴുവൻ അവന് ഒരു വിഷമം ഉണ്ടാവില്ല. ഞങ്ങൾക്കുള്ള സ്വത്തും എല്ലാം അവന് കൊടുക്കാം. അവന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദിവസം ആ ട്രാവൽ ഏജന്റിനെ വിളിച്ചപ്പോഴാണ് അവൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അറിയുന്നത്. അങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചതും. പിന്നെ പണം ആവശ്യപ്പെട്ട് അനിയനെ വെച്ച് നിങ്ങൾ വിലപേശുകയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ച് ഹാർഷായിട്ട് ഇടപെട്ടത്. പക്ഷേ ഇപ്പോ നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, സ്വന്തം അനിയനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് തോറ്റല്ലേ പറ്റൂ. എന്നാലും വീണ്ടും അപേക്ഷിക്കുകയാണ്, ഒരിക്കൽ കൂടെ ഒന്ന് ആലോചിച്ചൂടെ? ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ദൈവം എൻ്റെ മോളുടെ ജീവിതം മടക്കി തരികയാണെങ്കിൽ ഈ കുട്ടികൾ ഒരുമിച്ച് അവരുടേതായ ലോകത്ത് കളിയും ചിരിയൊക്കെ ആയിട്ട് കഴിയുന്നതിനേക്കാളും വലിയൊരു പുണ്യം വേറെ ഉണ്ടോ ആനന്ദ്? ഓർക്കുമ്പോ സങ്കടം വരിക. അവര് പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിൽ കഷ്ടല്ലേ ആ കുട്ടിയുടെ കാര്യം? അതിനെ കണ്ടപ്പോ എനിക്കും പാവം തോന്നി. പക്ഷെ അതിനേക്കാളൊക്കെ വലുതല്ല നമുക്ക്. ആരുടെയൊക്കെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി അങ്ങനെ അവനെ കൈവിട്ട് കളയാൻ പറ്റൂ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്തു വന്നാലും അവനെ പറഞ്ഞയക്കരുത്, ആ ഒരു പ്രാർത്ഥന ഉള്ളൂന്ന്. പ്രാർത്ഥനയൊക്കെ അങ്ങനെ തന്നെയാ. പറഞ്ഞയക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നല്ല. പക്ഷെ ഇത് വാങ്ങിച്ച കാശ് തിരികെ കൊടുത്താലും തീരാത്തൊരു നൂലാമാലയായില്ലേ? അതിനെന്താ ഇപ്പൊ ഒരു പരിഹാരം? അയാൾ ആ കുട്ടിയെ കൊണ്ട് വന്ന പോലെയാണ് തിരിച്ചു പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സുബേർ സാറിനോട് സംസാരിച്ചോളാം. പിന്നെ ഒരു വിഷമേ ഉണ്ടാവൂ. നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒരു കുറ്റബോധം, അതതിന്റെ വിധിയെന്ന് കരുതാം. നമ്മളാരും ദൈവങ്ങളല്ലല്ലോ. അതിനെല്ലാറ്റും കൂടെ ഒരൊറ്റ പ്രായച്ചിത്തുള്ളൂ. അമ്മ ആഗ്രഹിച്ച പോലെ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ സ്നേഹവും അവന് കൊടുക്കുക.
എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്ന് വന്നിട്ടില്ലെന്ന് കരുത്. അല്ലെങ്കിൽ തന്നെ ആകാശമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒന്നും മിണ്ടാത്തേ, മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ? ആനന്ദ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും വന്നത് അതൊന്നും ആവർത്തിക്കാനല്ല. തനിക്കിഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കില്ല. ആകാശിനെ വിട്ടുതരണ്ട, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. പക്ഷേ ഇവിടെ വരെ വന്നതല്ലേ, എൻ്റെ മോള് അവനെ ഒന്ന് കാണുന്നതിൽ തെറ്റുണ്ടോ? ചിലപ്പോൾ അവനെ കാണുമ്പോൾ അവളുടെ ആ പഴയ കളിയും ചിരിയും ഒക്കെ തിരിച്ചു കിട്ടിയാൽ അത് മതി, അത് മാത്രം മതി ഞങ്ങൾക്ക്. 2 or 3 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച, പണ്ടത്തെ പോലെ ആ കുട്ടികളെ അവരുടെ മാത്രം ലോകത്ത് കളിക്കാനും ചിരിക്കാനും ഒന്ന് വിട്ടുകൊടുത്തൂടെ നമുക്ക്? പിന്നെ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. വാ, സൂക്ഷിച്ച്. ആകാശ്, ആകാശ്, ദാ 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 അങ്ങോട്ട് നോക്ക്. ഒന്ന് COF ചെയ്യാൻ പോലും അവരാരും വന്നില്ല. ഒരു കണക്കിന് നന്നായി. ആകാശ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചൊരു സെപ്പറേഷൻ, അതിൻ്റെ ഒരു സഡൻ ഡിപ്രഷൻ മോൾക്ക്. ഹേയ്, അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട, വരാതിരുന്നത് നന്നായി. സാർ, ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒടുക്കം ദൈവം തന്നെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കും. ആകാശിന്റെ ടിക്കറ്റ് സാറിൻ്റെ കയ്യിലില്ലേ? അത് ക്യാൻസൽ ചെയ്തോ? ഇതവന്റെ പാസ്പോർട്ടൊക്കെ. സാറ് എന്നെ കൊണ്ടുവയ്ക്കോ?
എനിക്ക് സമ്മതമാണ് സാർ, പരിപൂർണ സമ്മത. ആകാശ്, അമ്മ ആഗ്രഹിച്ച അവന്റെ സുഖവും സന്തോഷമാണെങ്കിൽ അതെന്നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് തന്നെയാ. സ്നേഹം കിട്ടിയും കൊടുത്തൊന്നും എനിക്ക് പരിചയമില്ല സാറേ. അവന് ഞാൻ ചേട്ടൻ മാത്രമാവുള്ളൂ. നിങ്ങൾ അവന് പപ്പയും അമ്മയും തന്നെയാ. സകല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടി നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഇനി എന്തിന്റെ പേരിലാണ് സാർ ഞാനത് നിഷേധിക്കുക? സ്വാർത്ഥത, എന്റെ വെറും സ്വാർത്ഥത. ഇല്ല സാർ, ഇപ്പൊ എനിക്കത് ബോധ്യായി. അത് കണ്ടോ സാറേ, അവരുടെ ആ ലോകത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരാൾക്ക് റോളില്ല. ആ പൊട്ടിച്ചിരിക്കാൻ സന്തോഷത്തിന് പകരം വെക്കാൻ ഞാൻ എന്താ കൊടുക്കുക സാർ? എന്ത് കൊടുത്താലാ അവന്റെ ആ ബട്ടർഫ്ലൈക്ക് പകരാവുക? കൊണ്ടുപോയിക്കോ സാർ. അവന്റെ ബട്ടർഫ്ലൈക്ക് ഈശ്വരൻ ഒരാപത്തും വരുത്തൂല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നുണ്ടാവും. ഇനി തന്നോട് ഞാൻ എന്താ പറയാ? കരള് പറിച്ചെടുത്താണ് താനീ തരുന്നറിയാം. ദൈവം അനുഗ്രഹിച്ചാൽ മോളുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ വരാം. അല്ലെങ്കിൽ തനിക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എല്ലാവർക്കും വരാം. സാർ, എപ്പോഴെങ്കിലും അവൻ സാറിനൊരു ബാധ്യതയായിട്ട് തോന്നുകയാണെങ്കിൽ സാർ മടിക്കരുത്. അവനെ തിരിച്ചയച്ചോളൂ. 2 കൈ നീട്ടി അവനെ സ്വീകരിക്കാൻ ഈ ഏട്ടൻ എന്നുകൂടി ഉണ്ടാവും. ആകാശ് ഞങ്ങളെ പപ്പാന്നും മമ്മാന്നോ വിളിക്കുന്നത്. ഇനി ആനന്ദനും അങ്ങനെ തന്നെയാ. പോട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം. യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേട്ടൻ അങ്ങോട്ട് വരാൻ പാടില്ല. ദേ നോക്കിയേ ചേട്ടനെ, ഇതിലുണ്ട് കേട്ടോ. ഈ ബാഗിലുണ്ട്. ബാഗ് ഇത് കണ്ടോ? ദേ ഇത് ചേട്ടൻ. ചേട്ടാ, ഇത് മോൻ. മോൻ അങ്ങനെ. ദേ ഇതിനകത്തുണ്ടാവും എന്നും ഈ ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ എന്നും എന്റെ മോന്റെ നെഞ്ചത്ത് തന്നെ ചേർന്ന് കിടക്കണം. ഇതിലല്ലേ നമ്മുടെ പാവ അമ്മയും മോന്റെ ചേട്ടനെ കൊള്ളത്. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. ചെല്ലെ, അല്ലെങ്കിലേ മോന്റെ ബട്ടർഫ്ലൈ പറന്നു പോവും. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ടാറ്റ ടാറ്റ